ഹലോ, പാട്ടും പാചകത്തിലേക്ക് സ്വാഗതം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് എൻ്റെ കുടുംബത്തിന് സുഖം തന്നെയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റോടു കൂടി അതെങ്ങനെയാണ് നമ്മൾ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത്, അത് എങ്ങനെയാണ് ആ കറി വയ്ക്കുന്നത്, ആ പാചകത്തിലൂടെ ആ കറിയുടെ ടേസ്റ്റ് എങ്ങനെയാണ്, അതെല്ലാം നമുക്കിതിലൂടെ നമുക്ക് നോക്കാവുന്നതാണ്. ഈ പോത്തിറച്ചി കഴുകി വൃത്തിയാക്കി നന്നായി സെറ്റാക്കി വച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് അതിന് നമുക്ക് എന്തൊക്കെ മസാലയാണ് നമ്മൾ അതിൽ ചേർക്കുന്നത്, അത് എങ്ങനെയാണ് അത് നമ്മൾ കുക്കറിൽ വെക്കുന്നത്, അതാണ് ഞാനിപ്പോഴിവിടെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ കുറച്ച് മുളക് പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക്, ഒരു സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ ഉപ്പ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാരണം മസാലകളെല്ലാം നമുക്കതിനെ വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് വേണം, അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് ഞവടുക, നന്നായി ഞവടി ഈ മസാലകളെല്ലാം അതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഈ മസാല പുരട്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയൊന്നും വേണ്ട, 1 മിനിറ്റ് വെച്ചേക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ കുക്കറിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പുരട്ടി കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമുക്കത് കുക്കറിലേക്ക് വയ്ക്കാം. ഇത് വാരി കുക്കറിലേക്ക് വയ്ക്കുകയാണ്. അതിലേക്ക് വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഈ കൈക്ക് 1 കൈ വെള്ളം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 പിസിൽ കേട്ട് വരുമ്പോഴത്തേക്ക് ആ ബീഫ് നമുക്ക് പോത്തിറച്ചി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ: ചെറിയ ഉള്ളി, 1 സവാള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, തക്കാളിക്ക, പച്ചമുളക്, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും സംഭവങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ടുന്ന ചേരുവകളാണ്. നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ കൂടെ കാണണം. എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം നോക്കണം. നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളകിടാം, കറിവേപ്പില പിന്നെ ഇടാം, സവാള, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം.
ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കറിയല്ല. ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം? അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി അതിനെ ഇളക്കി യോജിപ്പിക്കാം. ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അടിപൊളിയാണ്. നല്ല സെറ്റാക്കി ഞാനിത് എടുക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് വാടി യോജിച്ച് വരാൻ വേണ്ടി നമുക്കതൊന്ന് അടച്ചിട്ടേക്കാം. വെയിറ്റ് ചെയ്യാം. ആ മസാലകളെല്ലാം ഒരുവിധം 3/4% അത് വാടിക്കഴിഞ്ഞു, വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 2 3 സ്പൂണ് 4 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 സ്പൂണ് ഗരം മസാല ചേർക്കാം. നേരത്തെ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത്, അതുകൊണ്ട് ഇപ്പോഴും 1/2 സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുള്ളു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ശകലം ഒന്ന് കറക്കണം, നിറം ഒന്ന് മാറി വരണം. മുളക് പൊടിയുടെ മല്ലിപ്പൊടി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മണം നന്നായി ഒന്ന് മൂത്ത്, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ല ഒരു മണത്തോടു കൂടി അത് വരണം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി നമുക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാടാകരുത്. കുറച്ച് ചേർത്താൽ മതി. 1/4 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് പോത്തിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായി അത് ഇളക്കി യോജിപ്പിച്ച്, ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കത്തില്ല. ഇതിൽ നിന്ന് തന്നെ ഇനിയും വെള്ളം ഇറങ്ങും. നന്നായി നമുക്കിത് അടച്ച് ഇട്ട് വേവിക്കാം. ബീഫ് വെന്തതാണ്, എന്നാലും ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഞങ്ങളുടെ പോത്തിറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. അതെങ്ങനെയുണ്ടത് എല്ലാവരും ഇതുപോലെ വയ്ക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, സെറ്റാണ്. എല്ലാവരും പരീക്ഷിക്കുക. നമുക്ക് ബീഫ് പോത്തിറച്ചി റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ. അടിപൊളി. ഇടിയപ്പോ ചപ്പാത്തി ഒറട്ടി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി വാങ്ങുന്നതല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കണം. എല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കി നമുക്കിങ്ങനെ എടുത്ത് കഴിച്ച് നോക്കാം.
അതിൻ്റെ കൂടെതായി സവാളയും കൂടെ അങ്ങോട്ട് സെറ്റാക്കി ചവച്ചിടണം. ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി സെറ്റ് റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ പരീക്ഷിക്കുക, ഉണ്ടാക്കി കഴിക്കുക.